ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. മുൻ മന്ത്രി VS സുനിൽകുമാറാണ് നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹലോ മലയാളത്തിലേക്ക്. ശ്രീ VS സുനിൽകുമാർ, സ്വാഗതം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. വിഷു ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു തൃശ്ശൂരൊക്കെ വലിയ ആഘോഷമാണല്ലോ. ഞങ്ങൾ ഈ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള സ്ഥലത്ത് ഒക്കെ എന്ന് പറയുമ്പോൾ തെക്കൻ ജില്ലകളെ പോലെയല്ല, 3 ദിവസത്തെ വിഷു ആഘോഷമാണ്. അതായത് ഇന്നലെ വിഷു ആണെങ്കിൽ മിനിഞ്ഞാന്ന് വിഷു സംക്രാന്തി, ഇന്ന് 2ാമത്തെ ദിവസത്തെ ഒരു വിഷു കൂടി ഉണ്ട്. വിരുന്നുകാരൊക്കെ വരുന്നതും വിരുന്നുകാർ എന്ന നിലയിൽ നമ്മൾ കല്യാണം കഴിച്ച് വന്ന സ്ത്രീകളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോകുന്ന ദിവസമാണ്. എല്ലാ കൊല്ലത്തെയും അതെ, ഇവിടെ ഞങ്ങളുടെ ഈ ജില്ലയിൽ നമ്മുടെ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ വലിയ ആഘോഷ പരിപാടിയാണ്. പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചൊക്കെ വലിയ ആഘോഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തെക്ക് ഭാഗത്തൊന്നും അങ്ങനെ കാര്യമായ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും ഇങ്ങോട്ട് വിഷുവിന്റെ ദിവസം രാവിലെ ഞങ്ങള് വിഷുക്കട്ട ഉണ്ടാക്കും. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. വിഷുക്കട്ട എന്താണ് ആ സാധനം? അതായത് വിഷുക്കട്ട എന്ന് പറയുന്നത് നമ്മൾ ഈ നല്ല നല്ല അരി ഉണ്ടല്ലോ, നല്ല പുന്നല്ലരി എന്നാണ് പറയാം. അതിൻ്റെ അരി നമ്മൾ പച്ചരി, പിന്നെ നാളികേരപ്പാലും അതുപോലെ ജീരകം അതും ഒക്കെ ചേർത്ത് വളരെ മനോഹരമായതൊരു കേക്ക് പോലെയാക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ മാങ്ങാക്കറി, അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു വിഭവമാണ്. അത് വിഷുവിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട എന്ന് പറയുന്നത്. അതെല്ലാ വീടുകളിലും, ഈ തൃശ്ശൂർ ഭാഗത്ത് എല്ലാ വീടുകളിലും വിഷുക്കട്ട രാവിലെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. ശ്രീ VS സുനിൽകുമാർ കോവിഡ് കാലത്തെ കൃഷിമന്ത്രിയാണ്. അന്ന് അങ്ങയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു വലിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് അടക്കം വിളയിച്ച മന്ത്രിയായിരുന്നു. ഇപ്പോൾ കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പോഴും വീട്ടിൽ? വീട്ടിൽ കൃഷിയുണ്ട്, ഇപ്പോഴും ചെറിയ തോതിൽ കൃഷിയുണ്ട്. പിന്നെ ഞങ്ങളെ വീട്ടിലല്ല കൃഷി, ഞാൻ ചെയർമാനായിട്ടുള്ള ഒരു കാർഷിക സംസ്കൃതി ഞങ്ങൾ കുറച്ചു കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്തവണ കഴിഞ്ഞ 3 കൊല്ലമായി തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, സലാഡ് കുക്കുംബർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരം കൃഷികളും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന 14 ഏക്കർ പച്ചക്കറി പിന്നെ ഈ തണ്ണിമത്തൻ കൃഷി വളരെ ഗംഭീരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. ഇത്തവണ വിളവെടുക്കാൻ വന്നത് നമ്മുടെ തോമസ് ഐസക്കും സത്യനന്ദിക്കാടൊക്കെ ആയിരുന്നു, IM വിജയനൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 50 ടണ്ണോളം പിന്നെ തണ്ണിമത്തൻ ഇതിനകം വിറ്റഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 ദിവസം കൂടി പൊട്ടിക്കാനുള്ളതുണ്ട്. 5-6 ദിവസം കൂടെ ഞങ്ങൾക്ക് ഇനി തണ്ണിമത്തൻ പൊട്ടിക്കാനുണ്ടാവും. ഒരു 2 ആഴ്ചയിലധികമായി തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, സൂപ്പർ സൂപ്പർ. ശരി. ശ്രീ VS സുനിൽകുമാർ, തൃശ്ശൂരത്തെ ഏറ്റവും വലിയ വിശേഷം, തൃശ്ശൂർ പൂരത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കലൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അന്ന് ഈ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകളും സമ്മർദ്ദങ്ങളും ഒക്കെ നടത്തിയെങ്കിൽ പോലും ഈ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റിയെന്നതല്ലാതെ ഇപ്പോഴും അയാൾ ഈ പല ഉന്നത മേഖലകളിലും തുടരുന്നുണ്ട്. മുഖ്യമന്ത്രി അയാളെ സംരക്ഷിച്ചും വരികയാണ് ഉദ്യോഗസ്ഥനെ. അപ്പോൾ ഈ ഇത്തവണത്തെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോഴും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ്. അല്ല, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമസഭയിൽ തന്നെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. നിയമസഭയിൽ അത് സംബന്ധിച്ച് ഫ്ലോറിൽ ഒരു ചോദ്യോത്തരവേളയിൽ വളരെ വിശദമായി തൃശ്ശൂർ പൂരം എങ്ങനെ നടത്താനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന കാര്യം മുഖ്യമന്ത്രി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇവിടെ യോഗം വിളിച്ചു കൂട്ടി സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പ്, അതുപോലെ മറ്റ് ആചാരങ്ങളെല്ലാം അനുസരിച്ച് നടക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ
ആശങ്ക എന്ന് പറയുന്നത് വെടിക്കെട്ട് സംബന്ധിച്ച് വീണ്ടും ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ആശങ്ക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വെടിക്കെട്ടിനെ സംബന്ധിച്ച കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമം ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ നിയമം കർശനമായി പാലിക്കേണ്ടി വന്നാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അവിടുത്തെ ദേവസ്വം ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറയുണ്ടായി. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിനുമായി സഹകരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പൂരം ഒരു രാഷ്ട്രീയ പൂരമാക്കി മാറ്റിയത് ആരാണെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. ആ കാര്യത്തെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2 തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ പൂരം അട്ടിമറിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തികൾ ആരായിരുന്നു എന്നുള്ളത് ആ അന്വേഷണത്തിലൂടെ വെളിവാക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ പൂരത്തിന് കഴിഞ്ഞ പൂരത്തിൻ്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊന്നും കണക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ തൃശ്ശൂർ പൂരം മുടക്കം കൂടാതെ നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പൂരത്തിൻ്റെ പ്രശ്നങ്ങൾ ഇക്കൊല്ലം ചർച്ച ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കൊല്ലത്തെ പൂരം ഏറ്റവും ഭംഗിയായി നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിവാദങ്ങളൊന്നും വീണ്ടും അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലത്തെ പൂരത്തിൻ്റെ വിഷയങ്ങൾ അതെ, അതങ്ങനെ തന്നെ നടക്കട്ടെ. നന്നായി തന്നെ ഇത്തവണത്തെ പൂരം നടത്താൻ കഴിയട്ടെ. ശ്രീ വി എസ് സുനിൽകുമാർ, അങ്ങയുടെ ശ്രദ്ധയിൽ വന്ന് കാണും ഇന്നലെ വന്ന വാർത്ത. ഈ PV അൻവർ അജിത് കുമാറിനെതിരെ പലവിധമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതിൽ പലതിൽ നിന്നും തലയൂരി അദ്ദേഹം വരികയായിരുന്നു. ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിലടക്കം സോഴ്സൊക്കെ കാട്ടി തലയൂരി വരികയായിരുന്നു. അതിനൊക്കെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സ്ഫോടനാത്മകമായ മറ്റൊരു വെളിപ്പെടുത്തൽ. അതൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ വ്യാജമൊഴി എന്ന് പറയാനും പറ്റില്ല, ഒരു കള്ളമൊഴി നൽകി അതിന് DGPയുടെ അന്വേഷണ ശുപാർശയൊക്കെ വരുന്നു. ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഈ PV അൻവർ പറയുന്നതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അജണ്ടയുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ADGP അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം വ്യാജമൊഴി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഗവൺമെൻറ് അത് ഗൗരവത്തിലെടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്തയുടെ പേരിൽ മാത്രം പ്രതികരിച്ചാൽ വലിയ പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലോസറ്റ് പറയുന്നത്. അതായത് ഈ പറയുന്നത് സത്യമാണെങ്കിൽ അത് സർക്കാർ എന്തായാലും അതിൻ്റെ ഗൗരവത്തിലെടുക്കും എന്നുള്ളതാണ്. ഞാൻ അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിന് അത്തരം കാര്യങ്ങളിൽ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർക്കാർ പരിശോധിക്കട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിന് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രതികരിക്കേണ്ടി വരും. നടപടിയാണെങ്കിൽ നടപടി, അല്ലെങ്കിൽ എന്താണോ അതിന് ഉചിതമായ കാര്യമെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം, അല്ലെങ്കിൽ ആകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സമയം കൂടി കുറച്ച് നിർണായകമാണ് ശ്രീ വി എസ് സുനിൽകുമാർ. കാരണം പുതിയ DGP ആരാകുമെന്ന രീതിയിലെ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിൽ അജിത് കുമാറിൻ്റെ പേരടക്കം പരിഗണനയിൽ വരുന്നൊരു സമയത്താണ് ഈ DGPയുടെ അന്വേഷണ ശുപാർശ കൂടി വരുന്നത്. അല്ല, സമയം എന്ന് പറയുന്നത് DGP ആരാവണം എന്ന സമയത്തേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ഈ നിലമ്പൂർ ഇലക്ഷൻ വരാൻ പോകുന്ന സമയം കൂടിയാണല്ലോ. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനും താല്പര്യമുള്ള ആളുകളും കാണും. അതിൽ ഏതാണ് ചേര ഏതാണ് മൂർഖെന്നും നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ DGP തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും കഴിയുന്നതല്ല. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് എന്ന നിലയിലല്ല DGPയുടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും അതുമായി ബന്ധപ്പെട്ട പല ഘടകങ്ങളും അതിനകത്തുണ്ട്. അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ പല രാഷ്ട്രീയ കോലാഹലങ്ങളും സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും പല ആളുകളും ശ്രമിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ടതാണോ ഇതെന്നുള്ളത് നമുക്കത് ഇനി നോക്കിയിരുന്ന് കണ്ടാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എനിക്കതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞ വാർത്തകൾ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള ഒരു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അത് മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മനസ്സിലായി പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, മറ്റ് വിഷയങ്ങളിലേക്ക് പോലെ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO അന്വേഷണം അത് കോടതി അടുത്തൊരു തലത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സമൻസ് അയക്കൽ പരിപാടികളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. SFIO വീണ വിജയൻ പ്രതിയായ ഈ കേസുമായി ബന്ധപ്പെട്ട് CPIയും CPMും 2 നിലപാടിലാണോ?
CPI യും CPM-ഉം ഇത്തരം കാര്യങ്ങൾ ഈ കാര്യത്തിലൊന്നും രണ്ട് നിലപാടെടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യം വ്യക്തമാക്കി. ഇതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണത്തിന് കരുവാക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിൽ നിന്നും ഇത് ഇക്കാര്യത്തിൽ CPM എടുക്കുന്ന നിലപാട് തന്നെയാണല്ലോ. CPM എടുക്കുന്ന നിലപാട് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നിലപാട്, കേന്ദ്ര ഏജൻസി എടുക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് 2021 എത്ര കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ. അന്ന് സ്വർണ്ണക്കടത്ത് വിഷയം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അന്ന് പിന്നെ KT ജലീലിനെതിരായിട്ടും അതുപോലെയുള്ള മന്ത്രിമാർക്കെതിരായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇതിനേക്കാൾ ഭീതിതമായ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാൻ കഴിയുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രി ഓഫീസിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് അന്വേഷണങ്ങളും പിന്നെ എന്താണ് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഭ്രമാത്മകമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ എവിടെ പോയി? അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ വിഷയത്തിനകത്ത് ഇതിൻ്റെ നിയമപരമായ രീതിയിൽ കോടതി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കോടതിയാണ് നേരത്തെ ഹൈക്കോടതി തന്നെ കാര്യത്തിൽ അതിനകത്ത് അഴിമതി സംബന്ധിച്ച് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു MLA കൊടുത്തൊരു കേസുണ്ടല്ലോ, നമ്മുടെ കുഴൽനാടൻ. ആ കുഴൽനാടൻ കൊടുത്ത കേസിൽ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അഴിമതി കാര്യത്തെ സംബന്ധിച്ച് പറയണ്ടായി. പിന്നെ SFI പരിശോധിക്കുന്ന വിഷയം വേറെ വിഷയമാണ്. ആ വിഷയം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കോടതി പരിശോധിച്ച് അതെന്താണോ അത് ആ രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതിനെ അത് ഈ പറയുന്ന ഇതിനകത്ത് കക്ഷിയായിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അത് വെച്ച് മുഖ്യമന്ത്രിയെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിന്നെ ബുദ്ധിമുട്ടിലാക്കാം, രാഷ്ട്രീയമായി അതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു കാരണവശാൽ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം CPI വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പിന്നെ അതിനകത്ത് എന്താണ് പിന്നെ CPM-ഉം CPI തമ്മിലൊരു അഭിപ്രായം. ശ്രീ VS സുനിൽകുമാർ, ഒരൊറ്റ കാര്യം കൂടി. CPI തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യം ഔദ്യോഗിക പാനലിനെതിരെ ഒരു മത്സരമില്ലെന്ന് പറയുന്നു. പിന്നീട് ഈ ഒരാൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം, ആ തരത്തിലേക്ക് ഇതിനെ തിരുത്തുന്നു. ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ഈ CPI-ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടോ? അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്? എൻ്റെ ചങ്ങാതി, ഈ CPI-ക്കകത്ത് ആ പാർട്ടിക്ക് ഒരു ഭരണഘടനയുള്ള ഒരു പാർട്ടിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഭരണഘടനയ്ക്ക് എതിരായി ഇവിടെ മത്സരം പാടില്ല എന്നോ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പാടില്ല എന്നൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുമില്ല. അതിനകത്ത് ആകെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംഘടിതമായ രീതിയിൽ ഏതെങ്കിലും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ, അത് എല്ലാ കാലത്തും അങ്ങനെ പറയാറുള്ളത് പുതിയ കാര്യമല്ല. ഏത് ഇലക്ഷൻ പിന്നെ തെരഞ്ഞെടുപ്പല്ല സമ്മേളനങ്ങളുടെ കാലത്തും പൊതുവായൊരു മാർഗ്ഗനിർദ്ദേശം തരുമ്പോൾ പറയും പാർട്ടിക്കകത്ത് മറ്റ് പാർട്ടികളിലൊക്കെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ പാർട്ടിക്ക് ആ പ്രവണത ഉണ്ടെങ്കിൽ വല്ലയിടത്തും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ അവധാനതയോടുകൂടി അത് തൽക്കാലം നിർത്തിവെച്ചിട്ടോ ആ രീതിയിലോ ഒക്കെ പരിഹരിക്കണം, സമവായം ഉണ്ടാക്കണം എന്നല്ലാതെ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പേ പാടില്ലെന്നോ അതിനകത്ത് ജനാധിപത്യപരമായ ഒന്നും പാടില്ലെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ പാർട്ടികളെന്ന് പറയുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്ന പോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡല സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസും കൃത്യമായ കാലയളവിൽ നടത്തി ആ സമ്മേളനങ്ങളിലെല്ലാം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് സംഘടനാപരമായി ഇതിന് ജനാധിപത്യക്രമം പാലിക്കുന്ന ഏതെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടിയെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? CPI-യോ CPM അല്ലാതെ. അപ്പം ഞങ്ങളുടേതായ രീതിയിൽ അത് കൃത്യമായ ജനാധിപത്യ രീതിയിൽ തന്നെ അതിൻ്റെ ഭരണഘടന അനുസരിച്ച് ഓരോ മെമ്പർമാരുടെയും അവകാശങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ ഇത് എന്താണെങ്ങനെ വാർത്ത വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ വാർത്തയ്ക്കൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളോ പാർട്ടിയുടെ ഭരണഘടനയ്ക്കെതിരായ ഒരു കാര്യങ്ങളും പാർട്ടി സെക്രട്ടറി അല്ലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി താഴെത്തട്ടിലേക്കൊന്നും ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. അത് കെട്ടിച്ചമച്ചൊരു വാർത്ത വലിയൊരു വിവാദമാക്കി മാറ്റി എന്നുള്ളത് മാത്രമേ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് സത്യമാണ്. അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം വാർത്ത ഉണ്ടാക്കിയതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ, നമുക്കൊപ്പം പങ്കെടുത്തതിന്, ഹലോ മലയാളത്തിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം.